ഞാൻ ഇറങ്ങും അമ്മേ. താനിരിക്ക, അവന്തിക വാവിട്ടിരിക്ക. അമ്മേ അങ്ങോട്ടിരിക്ക. സാറേ എന്താ വേണ്ട കഴിക്കാൻ? എന്താ അമ്മേ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ഇപ്പൊ സാൻഡ്വിച്ച് കഴിച്ചതല്ലേ ഉള്ളൂ, ഒരു ചായ മതി. എനിക്കും അത് മതി. അവന്തിയൊക്കെയോ? ചായ മതി. എനിക്കൊരു കോഫി മതി. ആ ചേട്ടാ, അപ്പോ മൊത്തത്തിൽ 3 ചായയും ഒരു കോഫി. ശരി സാർ. അവിടെ വെച്ചോ, നിങ്ങളെടുത്തോ. അയ്യോ, ഇത് കോഫിയാ? കോഫി ഞാനാ പറഞ്ഞത്. സാരമില്ല, അന്നൊക്കെ. അല്ല, അത് സാരില്ല, ഞാനിത് കുടിച്ചോളാം. ഗൂഗിളിന് വേറെ കോഫി പറയാം. എന്തിനാ അത്? എടോ, തനിക്ക് ചായയല്ലേ ഇഷ്ടം? ഞാനിത് കുടിച്ചിട്ടില്ല. അതിങ്ങന്നെ ഇങ്ങത്താ. അല്ല, അത് ഞാനറിയാതെ ഒരു സിപ്പ് കുടിച്ചുപോയി. അതിനെന്താടോ താനിങ്ങന്നെ? അല്ല, ഞാൻ കൊടുത്തോളാം. ഏയ്, അതൊന്നും സാരമില്ല. വലിയ ട്രീറ്റ് ഞാൻ വേറെ വാങ്ങിച്ചോളാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ജീവിതമല്ലേ, സന്തോഷമുള്ള നിമിഷങ്ങൾ ഇനി എത്രയോ വരാനിരിക്കുന്നു. അപ്പൊ ട്രീറ്റൊക്കെ ആവാലോ. സന്ദീപ് ഇത്രയ്ക്ക് മോശമായിട്ട് സംസാരിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഒരു സോറി പറഞ്ഞതുകൊണ്ട് മനസ്സിനേറ്റ മുറിവ് അത് മാറില്ലെന്നറിയാം. എന്നാലും അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്താ സച്ചി ഇത്? സച്ചി എന്തിനാ എന്നോട് സോറി പറയുന്നേ? സന്ദീപ് തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. സത്യത്തില് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞത് ഞാനല്ലേ. എന്റെ നിയന്ത്രണം കൈവിട്ടുപോയി. സച്ചി, അമ്മയും മറ്റുള്ളവരും ഒക്കെ എന്നെ കുറിച്ച് എന്ത് കരുതി കാണും? അവർക്കാർക്കും ഒരു തെറ്റിദ്ധാരണയില്ല. സന്ദീപ് വക്കീലിനോട് അങ്ങനെ പെരുമാറിയതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ. വാ.
വാ, ഇത് ഞാനില്ല. ഇന്ന് വാടും. ഞാനല്ലേ വിളിക്കുന്നത്. ഇറങ്ങിക്കോ. വാ. ആ, സൂക്ഷിച്ച്. ഗോകുൽ, ആ, ഇനി നിങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുത്താലോ? ആ, ചേർന്ന് നിൽക്ക്. എടുത്തോ. ആ. ഇനി രണ്ടുപേരൊന്ന് ചേർന്ന് നിന്നേ. കുറച്ചുകൂടി ചേർന്ന് നിൽക്ക്. എന്താ സംവൃത ഇത്? ഇപ്പൊ കണ്ട നിങ്ങളെ തമ്മിൽ ഒരു പരിചയമില്ലാന്ന് തോന്നുമല്ലോ. കുറച്ചുകൂടെ അടുത്ത് നിൽക്ക്. സ്വന്തം ഹസ്ബൻഡ് അല്ലേ, പിന്നെ എന്തിനെങ്ങനെ നാണിക്കുന്നത്? ഗോകുലേ, ഒന്ന് ചേർത്ത് പിടിക്ക്.